കേരളത്തിന്റെ ജനവിധി എന്തെന്നറിയാൻ ഇനി 6 നാൾ മാത്രം. ഭരണ തുടർച്ച അവകാശപ്പെടുമ്പോഴും CPI ഒഴികെയുള്ള കക്ഷികൾക്ക് എത്ര പേരെ വിജയിപ്പിക്കാൻ കഴിയുമെന്നതിൽ CPM-ന് ആശങ്ക. 12 മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എം ഉറപ്പായി വിജയിക്കുമെന്ന് കരുതുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ്. RJD, ISJD, NCP എന്നീ പാർട്ടികൾ ഒരു സീറ്റിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. INL, കോൺഗ്രസ് S എന്നീ പാർട്ടികളുടെ കാര്യത്തിൽ വിജയപ്രതീക്ഷ തീരെ കുറവുമാണ്. സ്വതന്ത്രരടക്കം 86 സീറ്റിൽ CPIM മത്സരിച്ചു. 25 സീറ്റിലാണ് CPI മത്സരിച്ചത്. ബാക്കിയുള്ള 29 സീറ്റുകളിൽ എത്രയിടത്ത് ഘടകകക്ഷികൾക്ക് വിജയിക്കാനാകുമെന്നതിലാണ് CPIM-ന്റെ ആശങ്ക. 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം ഉറപ്പായി വിജയിക്കുന്ന സീറ്റായി CPIM കരുതുന്നത് കാഞ്ഞിരപ്പള്ളി മാത്രമാണ്. പാല, ഇടുക്കി, റാന്നി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു എന്നാണ് വിലയിരുത്തൽ. 3 സീറ്റിൽ മത്സരിച്ച RJDക്ക് സാധ്യത കാണുന്നത് കൂത്തുപറമ്പിൽ മാത്രം. ISJDയുടെ 3 സ്ഥാനാർത്ഥികളിൽ വിജയം പ്രതീക്ഷിക്കുന്നത് തിരുവല്ലയിലാണ്. ചിറ്റൂരിൽ നേരിയ സാധ്യത കാണുന്നുണ്ട്. NCP മത്സരിച്ച സീറ്റുകളിൽ എലത്തൂരിൽ വിജയം ഉറപ്പാണെന്നാണ് കണക്ക്. INL, നാഷണൽ ലീഗ് എന്നിവർ 3 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയപ്രതീക്ഷയില്ല. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥിയുടെ വിജയവും ഉറച്ച ലിസ്റ്റിലില്ല. 50-50 ഗണത്തിലാണ് KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരം. കണ്ണൂരിൽ കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് വിലയിരുത്തുന്നു. കുന്നത്തൂരിൽ RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനിലും വലിയ പ്രതീക്ഷയില്ല. പൊതുസ്വതന്ത്രർ മത്സരിക്കുന്ന കോവളം, തിരുവനന്തപുരം സീറ്റുകളിലും വിജയസാധ്യത കുറവായാണ് CPM നേതൃത്വം കണക്കുകൂട്ടിയിരിക്കുന്നത്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.